അപ്പോൾ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഈ ഗന്ധം പെട്ടെന്ന് കിട്ടുന്ന ആൾക്കാരാണ്. പുരുഷനേക്കാൾ കൂടുതൽ ഗന്ധം പിടിക്കുന്ന ആൾക്കാരാണ്. പലപ്പോഴും നമ്മൾ ബാഡ് ബ്രീത്ത് അങ്ങനെ ഉണ്ടെങ്കിൽ ചിലപ്പം നമ്മൾ കുറേ നേരം സംസാരിക്കാതിരുന്നാൽ ബാക്ടീരിയാസ് വായിലുണ്ടായിട്ട് ബാഡ് ബ്രീത്ത് ഉണ്ടാവും സ്വാഭാവികമായിട്ടുണ്ടാവും. അപ്പോൾ അതിനുള്ള പല മറന്നുണ്ട്. ഒന്ന് വരുമ്പോൾ തന്നെ ആളൊന്ന് അടുത്തിരിക്കും, നമ്മളൊന്ന് അടുത്തൂടെ ഇങ്ങനെ പോകുമ്പോൾ ഒരു സുഗന്ധമില്ലേ, അത് മൊത്തം ആസ്വദിക്കാൻ പറ്റണം. നമ്മൾ പ്രാഥമിക കൃത്യങ്ങൾ ചെയ്യാനായി ടോയ്ലറ്റിൽ പോയി ടോയ്ലറ്റിൽ നിന്ന് നമ്മൾ തിരിച്ച് പുറത്തിറങ്ങി അവിടെ മറ്റെന്തെങ്കിലും ബാഡ് സ്മെല്ലുകളോ മറ്റൊന്നും ഇല്ലാന്നാണ് പുള്ളി പറഞ്ഞാൽ അർത്ഥം. എന്നോട് പിന്നെ ചോദിച്ചു, ഇത് എങ്ങനെയാണ് നീ സാധിക്കുന്നത്? അപ്പം നമ്മൾ എന്തെങ്കിലും ചിലപ്പം ഈ കഴിക്കുന്ന സാധനങ്ങൾ എന്തെങ്കിലും നോൺ വെജ് ഒക്കെ കഴിച്ചാൽ പിറ്റേ ദിവസം ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടാവും. ടോയ്ലറ്റിൽ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ആര് കഴിച്ചാലുണ്ടാവും. അപ്പോൾ അതല്ലാതെ സ്ഥിരമായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പം ഞാൻ എൻ്റെ തന്ത്രം പറഞ്ഞു. ഒരു തന്ത്രമുണ്ട്. ആ തന്ത്രം എന്താ വെച്ചാൽ, മനുഷ്യനെ അറിയണമെങ്കിൽ അവൻ്റെ കൂടെ ഒരു യാത്ര ചെയ്യണം. അടുത്തറിയണമെങ്കിൽ അവൻ്റെ കൂടെ ഒരു മല കയറാം. മല കയറുമ്പോൾ അവൻ ഭൂമിയെ പറ്റിയും ആകാശത്തെ പറ്റിയും സംസാരിക്കുന്നത് കേൾക്കണം. ഇനി കയറുമ്പോഴും ഇറങ്ങുമ്പോഴും അവൻ സഹജീവികളോട് എങ്ങനെ പെരുമാറുന്നു എന്ന് മനസ്സിലാക്കണം. നീരജ് നാരായണൻ്റെ ഒരു പുസ്തകത്തിലെ കോട്ട. എങ്ങനെയാണ് ഒരു മനുഷ്യന്റെ എറ്റിക്വറ്റിൽ നിന്ന് അവനെ മനസ്സിലാക്കാൻ പറ്റുക? അതായത് അവൻ്റെ പെരുമാറ്റങ്ങളിൽ നിന്ന്, അവൻ്റെ ദൈനംദിന ജീവിതത്തിൽ നിന്ന്. മിക്കവാറും അതിന് ചോദിച്ച ചോദ്യം വളരെ സാധാരണ ആയിട്ടുള്ള ആളുകളുടെ ഒരു കൗതുകമാണ്, അറിയാനുള്ള കൗതുകമാണ്. പക്ഷേ ഈ വിഷയം അസാധാരണമാണ് എന്നാണ് ഞാൻ എപ്പോഴും പറയുക. നമുക്ക് ആളുകളെക്കുറിച്ച് നീ എങ്ങനെയാണ് പോകുന്നത്, പിന്നെ ആരാണ് കാറിൽ കൂടെ ഉള്ളത്, അപ്പം ഇന്നയാളാണ്, അപ്പം അതെന്താ നിനക്ക് മറ്റേ ആളെ കൂട്ടിക്കൂടായിരുന്നു? എനിക്ക് സുഖമില്ല, അവനുമായിട്ടുള്ള യാത്ര ചെയ്യാൻ എനിക്ക് അത്ര ഇഷ്ടമല്ല എന്ന് പറയും. അപ്പോൾ ഒരു കമ്പാനിയൻ, അതൊരു ജീവിതയാത്രയിലൊരു ജീവിത സഖിയോ അല്ലെങ്കിൽ സഖയോ ഒരു പുരുഷനോ സ്ത്രീയോ ആണെങ്കിൽ പോലും ഒരു കമ്പാനീനെ നമ്മൾ ഇഷ്ടപ്പെടുന്നതല്ല നമ്മളൊരു സുഹൃത്തിനെ ഇഷ്ടപ്പെടുന്നത്. അതിന് വേറൊരു തലമുണ്ട്. സൗഹൃദത്തിന് വലിയ തലങ്ങളുണ്ട്. ഈ പ്രത്യേകിച്ച് ഇക്കാലത്ത്, ഈ പുതിയ കാലത്തെ കുട്ടികളൊക്കെ സൗഹൃദത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നവരാണ്. പണ്ടത്തോടല്ല എന്നല്ല പറയുന്നത്. ഈ യാത്രയിലൊക്കെ ഞാൻ നന്നായി യാത്ര ചെയ്യുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് ആളുകളുടെ കൂടെ താമസിക്കുന്ന ഒരാളാണ്. ചലച്ചിത്ര രംഗത്ത് പ്രവർത്തിക്കുന്നതുകൊണ്ട് മാറി വ്യത്യസ്തരായിട്ടുള്ള ആളുകളോടൊപ്പം ഒറ്റയ്ക്കും ഒരുമിച്ചും ഡിസ്കഷൻ സമയത്തും ഒക്കെ. ഈ ഡിസ്കഷൻ സമയത്ത് മിക്കവാറും സംവിധായകരും പിന്നെ അല്ലാത്ത ആളുകളൊക്കെ ആയിട്ട് കൂട്ടമായിട്ടൊക്കെ താമസിക്കും. ഒരു മുറിയിൽ തന്നെ 2, 3, 4 പേരൊക്കെ ഉണ്ടാവും. മിക്കവാറും ആദ്യകാലത്തൊക്കെ കൂട്ടമായിട്ട് താമസിക്കും. പിന്നെ നമ്മളൊരു തെളിഞ്ഞു വന്നപ്പോൾ നമുക്കൊരു പേരൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് സ്വന്തം മുറികളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ കിട്ടുന്നതിനൊപ്പം തന്നെ കൂട്ടമായി താമസിക്കുന്ന സമയത്താണ് ഈ വിചിത്രമായ പല സ്വഭാവ രീതികൾ പുറത്തു വരിക. പല ഉദാഹരണങ്ങളുണ്ട് പറയാം. അപ്പോൾ ഇപ്പം നമ്മൾ പിന്നെ മദ്യപിക്കുന്ന സ്വഭാവമുള്ള സിനിമാക്കാർ മൊത്തത്തിൽ മദ്യപിക്കുന്ന സ്വഭാവമുള്ള ആളുകളാണ് കുറേയൊക്കെ. അപ്പം എല്ലാവരും അവരവൻ്റെ ഈ ടെൻഷനൊക്കെ കഴിഞ്ഞൊന്ന് റിലാക്സേഷന് വേണ്ടിയിട്ട് രാത്രി പകലാക്കി പാട്ടുകളൊക്കെ പാടി കഥകളൊക്കെ പറഞ്ഞ് അങ്ങനെ പോകുന്ന അതൊരു വളരെ രസകരമായിട്ടുള്ളൊരു ജീവിതമാണത്. എന്ന് വെച്ചാൽ അവിടെ നമ്മൾ ഒരുപാട് പുതിയ കാര്യങ്ങളെക്കുറിച്ചും പുതിയ ജീവിതങ്ങളെക്കുറിച്ചും ഒക്കെ സംസാരിക്കും. അപ്പോൾ അങ്ങനെ പോകുന്നതിന് പലപ്പോഴും ചില ആളുകൾ മദ്യപിക്കുന്നതിന് മുമ്പ് വളരെ പാവങ്ങളായിട്ടുള്ള ആളുകളായിരിക്കും. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് അവരുടെ സുഹൃത്തുക്കളിൽ ഇങ്ങനെ പല അനുഭവങ്ങളുണ്ടാവും. വളരെ സാധുക്കളായിട്ടുള്ള ആളുകളാണ്. പക്ഷേ രണ്ടെണ്ണം കൂടെ അടിച്ചു കഴിയുമ്പോഴത്തേക്ക് ഈ പഴയ ഈ ചൈനീസ് പടങ്ങളിലൊക്കെ ഉള്ള മെലിഞ്ഞ് നിൽക്കുന്ന ചില ആൾക്കാർ, ചില നിഞ്ച വിദഗ്ധന്മാരൊക്കെ ഉണ്ടാവും. അവരിങ്ങനെ പടകൂടഞ്ഞ് എണീറ്റിട്ട് ഫൈറ്റ് ചെയ്യാൻ നിൽക്കുന്നവരെ പെട്ടെന്നൊരു അശ്വപ്പുള്ളൊരു ഒരുത്തൻ ഇങ്ങനെ നിന്നിട്ട് അങ്ങനെ കത്തി അങ്ങോട്ട് കയറും. ഇപ്പം തന്നെ ഞാൻ ലോകത്തെ ശരിയാക്കി കളയും, നിനക്കെന്നെ അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വെച്ചിട്ട്. അപ്പോൾ നമുക്ക് അടുത്തറിയാവുന്ന ഒരാൾ ഇതറിയാം, ഇതങ്ങ് കഴിയുമ്പോൾ തീർന്നു. പക്ഷേ കഴിയുമ്പോഴത്തേക്ക് വലിയ കച്ചറയാവും, ഇറങ്ങിപ്പോവും. അങ്ങനെ ധാരാളം അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മൾ ഇവരുടെ ഒരു ക്യാരക്ടറായിട്ടും ഇവരെല്ലാം യഥാർത്ഥത്തിൽ പാവപ്പെട്ട മനുഷ്യരാണെന്നും അവർ അങ്ങനെ പെരുമാറുന്നതിൻ്റെ കാരണങ്ങൾ നമുക്ക് അറിയാവുന്നതും നമ്മളതങ്ങനെ കുഴപ്പമില്ലാതെ വിടും. പക്ഷെ അത് ചിലപ്പം വലിയ അപകടങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അപ്പം നമുക്ക് ഈ പരിസരം അറിഞ്ഞിട്ട് പെരുമാറിയില്ലെങ്കിൽ വിചിത്രമായ രീതിയിലുള്ള വ്യത്യസ്തരായിട്ടുള്ള അച്ഛനും അമ്മയ്ക്കും വ്യത്യസ്തരായ രീതിയിൽ ജനിച്ച പല രീതിയിലുള്ള സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മളൊക്കെ. അപ്പം നമ്മളെയൊക്കെ കാര്യം ഇതെല്ലാം നമ്മളെവിടെയെങ്കിലും മാറ്റി വെച്ചിട്ട് പൂട്ടി വെച്ചിട്ട് നമ്മളൊരു പൊതുവേദിയിലേക്ക്, ഒരു പൊതുധാരയിലേക്ക് നമ്മൾ പോകുമ്പോൾ എല്ലാം പുറത്തെടുക്കാൻ നമുക്ക് പറ്റില്ല. അപ്പം അങ്ങനെ എടുക്കുന്നതിനകത്ത് അപകടങ്ങളുമുണ്ട്. ഇപ്പം പൊതുവായിട്ട് ഞാൻ പറയുക, ഒരു യാത്രയ്ക്ക് നമ്മൾ പോകുമ്പോൾ പ്രധാനം ഒരു കാര്യം, യാത്രയ്ക്കൊരു വളരെ രസകരമായിട്ട് കാര്യം പറയാം. പ്രധാനപ്പെട്ട ഒരു രഹസ്യവും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു കാര്യവും യാത്രക്കിടയിൽ പറയരുത്. ഒരു കാറിൽ വെച്ചിട്ട് നമുക്കൊരു യാത്ര പോകാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ മനസ്സിൽ കണക്ക് കൂട്ടും, ഇയാളോട് യാത്രയ്ക്കൊപ്പം ആ പ്രധാനപ്പെട്ട ആവശ്യം പറയാമെന്ന്. ബാക്ക് സീറ്റിലായിരിക്കും ഇരിക്കുക, അല്ലെങ്കിൽ അയാൾ ഡ്രൈവിംഗ് സീറ്റിലും നമ്മൾ ഇപ്പുറത്തെ സീറ്റിലും ഇരിക്കുക. ഇവിടെ വെച്ച് നമ്മളിത് പറയുമ്പോൾ ഒരു കാര്യം നഷ്ടപ്പെടുന്നുണ്ട്. ഇമോഷൻ കൺവേ ചെയ്യില്ല.
അപ്പോൾ എപ്പോഴും നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമോ പരിഹരിക്കപ്പെടേണ്ട ഒരു കാര്യമോ ആയിരിക്കും അയാളോട് പറയുന്നത്. അത് ഫേസ് ടു ഫേസ് ഐ കോൺടാക്ട് വെച്ചുകൊണ്ട് നമ്മളൊരു കാര്യം പറയുമ്പോൾ കിട്ടുന്നതിനേക്കാളും നേരെ പകുതിയിൽ താഴെ ഇമ്പാക്റ്റ് ഈ ഒരു കമ്മ്യൂണിക്കേഷന് കിട്ടുകയുള്ളൂ. അപ്പോൾ പലപ്പോഴും അത് ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തിരഞ്ഞെടുക്കരുത്. പക്ഷേ ഞാൻ അങ്ങനെ പോയപ്പോൾ സംസാരിച്ചപ്പോൾ അത് ഓക്കെ ആണല്ലോ എന്ന് ഉണ്ടാവാം. അത് ചില സിറ്റുവേഷനിൽ അങ്ങനെ ഉണ്ടാവും. പക്ഷേ പ്രാധാന്യമനുസരിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ പോകുമ്പോൾ പറയരുത്. ലവേഴ്സൊക്കെ ആണെങ്കിൽ അവർ തമ്മിൽ പരസ്പരം അറിയാം. ഭാര്യയും ഭർത്താവും ആണെങ്കിൽ അവർക്കൊക്കെ പരസ്പരം അറിയാം. വാ നമുക്കൊരു ഡ്രൈവ് പോവാം എന്ന് പറഞ്ഞിട്ട് പ്രശ്നങ്ങൾ പരിഹരിച്ച് അത് അവർക്ക് ഓഡിയോ കേട്ടുകൊണ്ടേയിരിക്കും. അയാൾ എങ്ങനെയാണെന്ന് ഇവൾക്കറിയാം, ഇവനെങ്ങനെയാണെന്ന് അയാൾക്കറിയാം. അവൾ കണ്ണടച്ചുകൊണ്ട് അയാൾ പറയുന്നത് മുഴുവൻ കേട്ടുകൊണ്ട് ഇങ്ങനെയാണ് നീ എന്നോട് ക്ഷമിക്കണം, അല്ലെങ്കിൽ അതായിരുന്നു റീസൺ എന്നൊക്കെ പറയും. നീ എങ്ങനെയാണ് അങ്ങനെ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് അവനും അതിങ്ങനെ ക്ഷമിച്ച് ഒട്ടി ഒളിച്ചുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ആവാം. പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഒരിക്കലും ഒരു യാത്രക്കിടയിൽ അവരിനോട് പറയരുത്. ഇനി ഇമോഷൻ ലാക്ക് ആവുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഒരു യാത്ര അങ്ങനെ പോയി എന്ന് വിചാരിക്കൂ. ഈ യാത്ര പോകുമ്പോൾ നമ്മളൊരു സ്ഥലത്ത് താമസിക്കാൻ ചെല്ലുക. ഈ താമസിക്കാൻ ചെല്ലുമ്പം വിചിത്ര സ്വഭാവക്കാരായിട്ടുള്ള ആളുകളായിരിക്കുമല്ലോ. ഈ താമസിക്കുന്ന സ്ഥലത്ത് ചില ആളുകൾ ഒരാളുടെ കൂടെ താമസിക്കാൻ ഇഷ്ടമല്ല. അവർ ആദ്യമേ പറയും എനിക്ക് സെപ്പറേറ്റ് മുറി വേണം. അപ്പോൾ നമ്മൾ പെട്ടെന്ന് വിചാരിക്കും എനിക്ക് സെപ്പറേറ്റ് മുറി വേണമെന്ന് പറയുമ്പോൾ അയാൾ എന്തോ രഹസ്യമായിട്ട് അയാൾക്ക് ആരെയും ഇഷ്ടമല്ലാത്തത് കൊണ്ടായിരിക്കുമോ എന്ന് നമ്മൾ വിചാരിക്കും. അങ്ങനെ തന്നെ ആവണമെന്നില്ല. ചില ആൾക്കാർ അങ്ങനെ ഉണ്ട്, ഒറ്റയ്ക്ക് താമസിക്കാൻ ഇഷ്ടപ്പെടുന്നവരുണ്ട്. പക്ഷേ മറ്റൊരാളുടെ കൂടെ താമസിക്കുമ്പോൾ അയാളുടെ ബിഹേവിയർ പാറ്റേൺ, അയാൾ രാത്രി അയാളുടെ കൂർക്കം വലികൾ, കൂർക്കം വലിയൊക്കെ വലിയ ഇഷ്യൂ ആണ് കേട്ടോ. എത്രയോ ദിവസങ്ങൾ ഞങ്ങൾ ഉറങ്ങാതെയൊക്കെ ഉണർന്നിരുന്നിട്ടുണ്ടെന്നറിയോ പല ആൾക്കാരുടെയും കൂർക്കം വലി. പിറ്റേ ദിവസം ഇത് പറഞ്ഞിട്ട് ജന്മത്തെ സമ്മതിക്കുകയില്ല, ഒരിക്കലും എനിക്ക് തകരാറില്ലെന്ന് പറയും. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മുഴുവൻ റെക്കോർഡ് ചെയ്യും. പിന്നീട് ഗാഡ്ജറ്റ്സ് ഒക്കെ വന്നപ്പോൾ, ഫോണൊക്കെ വന്നപ്പോൾ ഇത് റെക്കോർഡ് ചെയ്യാം, ഇത് സേവ് ചെയ്യാമല്ലോ. അപ്പം തന്നെ ഇത് വെച്ചിട്ട് നല്ല സുഖമായിട്ട് കേൾപ്പിക്കുമ്പോൾ പിന്നെ തർക്കിക്കും ഇത് എൻ്റെ അല്ല. ജഗതി ചേട്ടൻ മേലെപ്പറമ്പിൽ ആൺവേലി പറഞ്ഞ പോലെ എൻ്റെ ഗർഭം ഇങ്ങനെ അല്ല എന്ന് പറഞ്ഞാൽ ഇത് എൻ്റെ കുറുക്കം വലിയല്ല. അപ്പം ഇതെന്തായാലും എനിവേ ആരുടെ കുറുക്കം വലി ആയാലും നമുക്ക് അതൊക്കെ പരിഹരിക്കാവുന്ന കാര്യങ്ങളാണ്. നമുക്ക് കൂർക്കം വലിയുള്ള ആളുകളാണെങ്കിൽ കൂർക്കം വലിക്കുന്ന ആ സ്വഭാവത്തെ ട്രീറ്റ് ചെയ്തുകൊണ്ട് പിന്നെ നമുക്ക് എന്താ പറയുന്നത് ഈ ബ്രീത്തിങ് ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഡോക്ടേഴ്സിനെ കണ്ടുകൊണ്ട് നമുക്കത് പരിഹരിക്കാം. ചിലപ്പോൾ വാൽവിനൊക്കെ പിന്നെ അടഞ്ഞിരിക്കുന്ന വാൽവൊക്കെ ആയിരിക്കാം. അപ്പോൾ അത് നമ്മൾ അറിയുന്നില്ല എന്നുള്ളതാണ്, നമ്മൾ ഉറക്കത്തിൽ ഇത് അറിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ആ സുഹൃത്തിനോട് നമുക്ക് ദേഷ്യം തോന്നേണ്ട കാര്യമില്ല. ആ സുഹൃത്തിനോട് എപ്പോഴും നന്ദിയാണ് തോന്നേണ്ടത്. അപ്പോൾ ഉറങ്ങുന്ന കാര്യങ്ങൾ, ഭക്ഷണ മേശയിലുള്ള എറ്റിക്കറ്റ്സ്, തീൻമേശയിലുള്ള വലിച്ചു വാരി ചവച്ചുകൊണ്ട് ഒരുപാട് ശബ്ദമുണ്ടാക്കി കഴിക്കുക. ഇപ്പം വെസ്റ്റേൺ കൺട്രീസിലൊക്കെ യൂറോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർക്ക് ഈ പ്ലേറ്റിൻ്റെ മുകളിൽ പിന്നെ ഈ ഫ്രോക്കും അതുപോലെ തന്നെ മറ്റേ ഇതുമെല്ലാം കൂടെ ഫോർക്കും മറ്റിതെല്ലാം കൂടെ വെക്കുന്നതൊക്കെ ശബ്ദം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവർ ഭയങ്കരമായിട്ട് കത്തിയില്ലേ, അതുമൊക്കെ സ്പൂണും ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നവർക്ക് അത്ര താല്പര്യമില്ല. ബഹളം ഉണ്ടാക്കുന്നതിനോട് വലിയ ഈ ഫോർക്ക് പോലുള്ള സാധനങ്ങളൊക്കെ നിലത്ത് ഇട്ട് ഒന്ന് താഴെ വീഴ്ത്തി അതൊന്ന് എടുത്ത് അതിൻ്റെ അടിയിൽ കൂടെ ഒന്ന് കുനിഞ്ഞു പോയി കാലുകൊണ്ടൊന്ന് തോണ്ടിയെടുത്ത് കണ്ടിട്ടില്ലേ, ഒരുപാട് കുട്ടികളൊക്കെ ചെയ്യുന്ന പോലെ പല പല കാര്യങ്ങളുണ്ടാവും. അപ്പം നമുക്ക് പിന്നെ ചവച്ചുകൊണ്ട് ഒരുപാട് ശബ്ദം ഉണ്ടാക്കുക, ഉണ്ടാതിരുന്നിട്ട് ഇങ്ങനെ വീങ്ങിക്കഴിക്കണം എന്നല്ല പറ്റുന്നത്. എല്ലാത്തിനും ഒരു താളമുണ്ട്. അപ്പോൾ അത് കിട്ടുന്ന വഴി വാരി വലിച്ച് കഴിക്കാതെ പിന്നെ നമ്മൾ അറബിൻ നാടുകളൊക്കെ പോകുമ്പോൾ അവർ പങ്കിട്ട് കഴിക്കുക. അവരെല്ലാവരും ഒരുമിച്ച് ഒരു പാത്രത്തിൽ, ഒരു രീതിയായി പറഞ്ഞാൽ ഒരു വലിയ പാത്രത്തിൽ കുറേ സാധനം എല്ലാവരും കൂടെ കൈയൊക്കെ അതൊരു സാംസ്കാരികമായ ഒരു അടയാളമായിട്ടാണ് അവർ കാണുന്നത്. അതൊരിക്കലും തെറ്റല്ല, അത് അവരുടെ ഒരു രീതിയാണ്. പെരുന്നാളിനൊക്കെ എല്ലാവരും നമ്മളിവിടെ മുസ്ലിം സഹോദരന്മാരൊക്കെ പെരുന്നാളിന് ഒരുമിച്ച് ആടിനെയൊക്കെ പാചകം ചെയ്ത് അതിനകത്ത് നിന്ന് വലിയ കഷ്ണങ്ങളായി മുറിച്ചിട്ട് അവരെല്ലാം കൂടെ കൈകൊണ്ട് അങ്ങനെ എടുത്ത് ഞാനത് പോയി കഴിക്കാറുണ്ട്. അത് എപ്പോഴും സംഭവിക്കുന്നതല്ലല്ലോ. അതൊരു സാഹോദര്യത്തിൻ്റെ ഒരു ലക്ഷണമാണത്. അതിനെ അങ്ങനെ കണ്ടാൽ മതി. ഞാൻ പറയുന്നത് പൊതുവായിട്ട് നമ്മളിങ്ങനെ പോകുമ്പോൾ ഒരു ബഹളം ഉണ്ടാക്കിയിട്ട് ഭക്ഷണം കഴിക്കുന്ന രീതി, വെള്ളം കുടിക്കുമ്പോൾ ഉള്ള രീതി, വെള്ളം കുടിക്കുമ്പോൾ ഉള്ള ഒരുപാട് ശബ്ദമൊക്കെ ഉണ്ടാക്കിയിട്ട് വെള്ളം കുടിച്ചിട്ട്, ഇപ്പം ഞാൻ പലപ്പോഴും പണ്ട് വെള്ളം കുടിക്കുമ്പോൾ വായിലേക്ക് വെള്ളം കൊണ്ടിട്ട് ഇങ്ങനെ കുലുക്കുഴിയും, എന്നിട്ട് പിന്നെ ഇങ്ങനെ ആക്കിയിട്ട് കുടിക്കും. അപ്പം ശരിക്കും അത് പിന്നെ ചെയ്യാൻ പാടില്ലെന്ന് എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു. അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഈ ശബ്ദം ഉണ്ടാക്കി അങ്ങനെ കുടിക്കുമ്പോൾ കാണുന്നവർക്ക് അതൊരു ഭക്ഷണം തീൻമേശയ്ക്ക് മുന്നിലിരിക്കുകയാണെങ്കിൽ അത് എറ്റിക്കറ്റ്സിൻ്റെ ഭാഗമല്ലാതായിട്ടാണ് കാണുന്നത്. അപ്പം ഞാനത് തിരുത്താൻ തയ്യാറായി. ഇനിയിപ്പോൾ നമ്മൾ ഈ ഇതിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം. ഞാനിത് പല വേദികളും വളരെ അപൂർവമായിട്ട് പറഞ്ഞിട്ട് അവിടെ വലിയ ബോംബിട്ടവരായിപ്പോയി. എന്താ കാര്യം വെച്ചാൽ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഒരു സംവിധായകൻ, വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരാളാണ്. ഞങ്ങൾ ഒരുമിച്ച് കുറേ സിനിമകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം എപ്പോഴും പറയും, എൻ്റെ വീട്ടിൽ എൻ്റെ വൈഫിനോടൊക്കെ പറയും, ഇവൻ്റെ കൂടെയാണെങ്കിൽ എനിക്ക് ഏത് മുറിയിലും താമസിക്കാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്, ഇവൻ്റെ കൂടെ താമസിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. അപ്പം ഞാനിങ്ങനെ എൻ്റെ സ്വഭാവം കൊണ്ടായിരിക്കും, എൻ്റെ മിടുക്ക് കൊണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചത്. അപ്പം ഞാൻ ചോദിച്ചു,
എന്തുകൊണ്ടാണ് പിന്നെ ഇത് എൻ്റെ കൂടെ ഇങ്ങനെ താമസിക്കണമെന്ന് ഉദ്ദേശിച്ചത്? ആദ്യം പറഞ്ഞില്ല. പിന്നീട് എന്നോട് ആ രഹസ്യം പറഞ്ഞു. അതേ, എന്താ വെച്ചാൽ നമ്മൾ ഒരുമിച്ച് ഒരു മുറിയിൽ താമസിക്കുമ്പോൾ നീ ബാത്റൂം ഉപയോഗിക്കുമല്ലോ. അപ്പോൾ എല്ലാവരും ബാത്റൂം ഉപയോഗിക്കും. രണ്ടുപേരും ബാത്റൂം ഉപയോഗിക്കും. ബാത്റൂം ഉപയോഗിച്ചാൽ ഞാൻ അതിൻ്റെ പുറകിലാണ് രണ്ടാമതാണ് ഞാൻ കയറുന്നതെങ്കിൽ നീ ബാത്റൂമിൽ പോയതായിട്ട് തോന്നുകയേയില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാഥമിക കൃത്യങ്ങൾ ചെയ്യാനായി ടോയ്ലറ്റിൽ പോയി ടോയ്ലറ്റിൽ നിന്ന് നമ്മൾ തിരിച്ച് പുറത്തിറങ്ങി കുളിയോ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് പുറത്തിറങ്ങി കഴിയുമ്പോൾ ആ ടോയ്ലറ്റ് എങ്ങനെയായിരുന്നു മുമ്പുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഉണ്ടാവുള്ളൂ. അവിടെ മറ്റെന്തെങ്കിലും ബാഡ് സ്മെല്ലുകളോ മറ്റൊന്നും ഇല്ല എന്നാണ് പുള്ളി പറഞ്ഞാൽ അർത്ഥം. അപ്പോൾ ഇതെങ്ങനെയാണ് നീ ഇതിങ്ങനെ ചെയ്യുന്നത്? എന്നോട് പിന്നെ ചോദിച്ചു, ഇതെങ്ങനെയാണ് നീ സാധിക്കുന്നത്? പുള്ളി ആദ്യം വിചാരിച്ചു അത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. അപ്പം നമ്മളെന്തെങ്കിലും ചിലപ്പം ഈ കഴിക്കുന്ന സാധനങ്ങൾ എന്തെങ്കിലും നോൺ വെജൊക്കെ കഴിച്ചാൽ പിറ്റേ ദിവസം അറിയാം ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടാവും. ടോയ്ലറ്റിൽ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ആര് കഴിച്ചാലുണ്ടാവും. അപ്പോൾ അതല്ലാതെ സ്ഥിരമായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പം ഞാൻ എൻ്റെ തന്ത്രം പറഞ്ഞു. ഒരു തന്ത്രമുണ്ട്. ആ തന്ത്രം എന്ന് വെച്ചാൽ നമ്മൾ ടോയ്ലറ്റിൽ ചെന്നിട്ട് പിന്നെ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള വിസർജ്യം ഡിസ്ചാർജ് ചെയ്ത് പോകുന്ന അതേ സമയത്ത് തന്നെ കൈ കൊണ്ടുകൂടെ എത്തിയിട്ട് ഈ ടോയ്ലറ്റിൻ്റെ ഫ്ലഷ് ഇല്ലേ, ഈ ഫ്ലഷ് ഇങ്ങനെ അറിയാം, വളരെ എക്സ്പെർട്ടാണ്. ഇങ്ങനെയൊക്കെ എനിക്ക് ഈസിയായിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ആ ഫ്ലഷ് അങ്ങ് അമർത്തി കളയും. അതേ സെക്കൻഡ് ഇത് ട്രൈൻ അമർത്തി കളയും. ഇത് പോയിട്ട് അവിടെ പോയതായിട്ട് പോലും അറിയില്ല. മനസ്സിലായില്ലേ? അപ്പം എന്നിട്ട് ഞാൻ പിന്നീട് രണ്ടാമതൊരിക്കൽ കൂടി ഒന്നുകൂടി ഫ്ലഷ് ചെയ്ത് വീണ്ടും അത് ഫ്ലഷ് ചെയ്ത ശേഷം അവിടെ സോപ്പ് ഉണ്ടെങ്കിൽ ആ സോപ്പ് കൊണ്ട് അല്ലെങ്കിൽ ടോയ്ലറ്റിലെ ഏതെങ്കിലും ക്ലീനിങ് സാധനങ്ങളുണ്ടെങ്കിൽ അവിടെ എടുത്ത് കൈയൊക്കെ ഒന്ന് കഴുകി ഇങ്ങനെ ഇതിനകത്തുകൂടെ ആ സുഗന്ധം ഒന്നുകൂടി ഒന്ന് സ്പ്രെഡ് ചെയ്യും. എന്നിട്ട് ഇറക്കി പോരും. അപ്പം നമ്മൾ ഒരു മനുഷ്യൻ എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡിൻ്റെ ഭാഗം അത്. അപ്പം നമ്മളെങ്ങനെയാണോ മറ്റൊരാൾക്ക് ഈ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവരുത്. അപ്പോൾ പലപ്പോഴും ആളുകൾ പിന്നെ നമ്മൾ പോകുന്നതിന് മുമ്പ് ആൾക്കാർ ടോയ്ലറ്റിൽ കയറാൻ വേണ്ടിയിട്ട് ഓടുന്ന കാണാം. എനിക്ക് ആദ്യം പോകണം. ചിലപ്പോൾ അവർ പറയില്ല. ചിലപ്പോൾ അവർക്ക് പോകാനുള്ള അർജൻസി കൊണ്ടായിരിക്കാം അങ്ങനെ പോകുന്നത്. അങ്ങനെ അല്ലാന്നല്ല ഞാൻ പറയുന്നത്. അപ്പം ഇത് വളരെ ചെറുത് നിസ്സാരമെന്ന് തോന്നുന്ന ഒരു കാര്യം വലിയ വ്യത്യാസം ഉണ്ടാകുന്ന ആളുകൾ പറയില്ല. ഇപ്പം നമ്മൾ വീടുകളിൽ താമസിക്കുമ്പോൾ ഭാര്യയും ഭർത്താവും കുട്ടികളൊക്കെ ഉണ്ടാവും. അത് നമുക്ക് ശീലമായതുകൊണ്ട് ആരും പരസ്പരം പറയാറില്ല. ഇപ്പം ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞു ഈ കാര്യം, ഒരു പൊതുവേദിയിൽ വെച്ച് പറഞ്ഞു. അപ്പോൾ ആ സുഹൃത്ത് അവിടെ ഒരു 250 പേരുണ്ടായിരുന്നു. അവരോട് മുഴുവൻ അയാളിത് പബ്ലിക്കായിട്ട് പറഞ്ഞു. അവരൊക്കെ അയാൾക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നു, ചേട്ടാ ഞങ്ങളെല്ലാം ഇത് വീട്ടിൽ ചെയ്യാൻ തുടങ്ങി. ഈ സുഹൃത്ത് എന്നോട് പറഞ്ഞു, ഇത് ഞാൻ വീട്ടിൽ ചെയ്യാൻ തുടങ്ങി. ഇതിനു മുമ്പ് അത് ശ്രദ്ധിച്ചിരുന്നില്ല. വീട്ടുകാരോട് പറയാൻ തുടങ്ങി, കുട്ടികളോട് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ആ ടോയ്ലറ്റിൻ്റെ ഫ്ലാപ്പ് ഉണ്ടല്ലോ, ആ ഫ്ലാപ്പ് അതൊന്ന് മൂടി വെച്ചേക്കുക. അതും അങ്ങ് മൂടിയേക്കുക. ഒരു ടോയ്ലറ്റ് എന്ന് പറയുന്ന സാധനം ശരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ചെലവഴിക്കുന്ന ഒരു സ്ഥലമാണ്. മുമ്പൊരിക്കൽ നമ്മൾ പറഞ്ഞിരുന്നു അതൊരു ഡിജിറ്റൽ ഹബ്ബാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ ഗാഡ്ജറ്റുമായിട്ട് ഇരുന്നിട്ട് നമ്മളെപ്പോഴും കൂടുതൽ കാര്യങ്ങൾ നോക്കുന്ന സ്ഥലം. അങ്ങനെയുള്ള ഈ സ്ഥലത്ത് അതിനെ ഒന്ന് വൃത്തിയായിട്ടും ഭംഗിയായിട്ടും സുഗന്ധപൂരിതവുമായിട്ട്, ദുർഗന്ധപൂരിതമല്ല സുഗന്ധപൂരിതവുമായിട്ട് നമുക്ക് വെക്കാൻ നമുക്കൊരു ചുമതലയുണ്ട്. അപ്പോൾ ഈ ചുമതല നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ നേരത്തെ പിന്നെ ഒരാൾ സൂചിപ്പിച്ചതുപോലെ യാത്രക്കിടയിൽ പിന്നെ സിദ്ധാർത്ഥാണ് പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ, യാത്രക്കിടയിലുള്ള ഫിനാൻഷ്യൽ കാര്യങ്ങൾ. നമ്മളിപ്പം ആൾക്കാർ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഒന്ന് അവിടെ പോയിട്ട് കൈയൊക്കെ ഒന്ന് കഴുകി, കൂടുതലൊന്ന് മുഖമൊക്കെ കഴുകി, പിന്നെ ഒന്ന് ഇങ്ങനെ സൈഡിൽ കിടക്കെ നോക്കി അയാൾ ബില്ല് കിട്ടിയിട്ട് അങ്ങോട്ട് പോകുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് അങ്ങനെ പോകുന്ന ചില ആളുകൾ കാണും. മിക്കവാറും ആൾക്കാർ ഇത് ചെയ്യാറുണ്ട്. അപ്പം നമ്മുടെ കയ്യിൽ കാശില്ല, ഇതിൻ്റെ അടുത്തുണ്ടെങ്കിൽ കൊടുക്കൂട്ടോ എന്ന് പറഞ്ഞാൽ മതി, സുഹൃത്തിനോട് പറയാം. അതിനകത്ത് പ്രത്യേകിച്ച് അലോസരപ്പെടേണ്ട കാര്യമൊന്നും തന്നെ. നമ്മളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും ആളുകൾ. അപ്പോൾ അതിന് നമ്മൾ ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് വേണമല്ലോ ഞാൻ കൊടുത്തോളാം, ഓക്കെ അങ്ങനെയല്ല. പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികൾ ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ നന്നായിട്ടുണ്ട്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും. ഇപ്പോൾ ഉണ്ട് നമുക്ക്. എല്ലാം നിൻ്റെ അടുത്ത് എത്രയുണ്ട്, ഞാനൊരു ചെറിയൊരു ഉദാഹരണം, ഒരു കഥ പറയാം. കഥയല്ല, ഇത് ഒരു റിയൽ ഇൻസിഡൻ്റാണ്. ഇങ്ങനെ ഒരു സൗകര്യം, ഈ സൗഹൃദം ഉപയോഗിച്ചിട്ട് വലിയൊരു വ്യവസായിയായി മാറിയ ഒരാളുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത് ഈ എറണാകുളത്തുണ്ട്. ആലപ്പുഴക്കാരനല്ലേ. അയാളെ ഈ വീഡിയോ കേൾക്കുമ്പോൾ ചിലപ്പോൾ അയാൾ തിരിച്ചറിയുമായിരിക്കും ഒരുപക്ഷെ. അദ്ദേഹം തൻ്റെ സുഹൃത്തുക്കളുമായിട്ട് ഐലൻഡിൽ താജിൽ പോകും. അപ്പം എല്ലാ വീക്കിലും പോകും. ഈ വീക്കിൽ പോയിട്ട് അവിടെ പോയിട്ട് ഇവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നല്ല ബില്ലുണ്ടാവും. അവർ വീക്കിലി അവർ കണ്ടുമുട്ടും, ഡ്രിങ്കൊക്കെ കഴിക്കും. താജിലൊക്കെ പോലുള്ള സ്ഥലത്ത് ഐലൻഡിലൊക്കെ കുറച്ച് നല്ല, താജ് മലബാറിൻ്റെ ഏരിയ ഞാൻ പറയുന്നത്, നല്ല പൈസയാവും അവിടെ. അപ്പോൾ അവിടെ പോയിട്ട് ഈ ബില്ല് കൊടുക്കുമ്പോൾ
ഇയാളാണ് ബില്ല് സെറ്റിൽ ചെയ്യുക. പൈസ എല്ലാവരുടെയും കയ്യിൽ നിന്ന് വാങ്ങും. അപ്പോൾ ഇന്നത്തെ പോലെ ഗൂഗിൾ പേയോ UPI സിസ്റ്റം ഒന്നും ഇല്ലാത്ത കാലത്താണ്, ഏതാണ്ട് ഒരു 10-20 വർഷം മുമ്പ് ഉള്ള ഒരു 15-20 വർഷം മുമ്പുള്ളൊരു കാര്യം പറയുന്നത്. അപ്പോൾ അയാളുടെ അടുത്ത് കാശ് എല്ലാവരുടെ അടുത്തും വേണ്ടി വാങ്ങും. കാശ് വാങ്ങിച്ചിട്ട് ഇയാൾ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾ സെറ്റിൽ ചെയ്യും. സെറ്റിൽ ചെയ്തിട്ട് പിന്നെ അടുത്ത ആഴ്ച വീണ്ടും കാണും. അയാൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഇയാൾ ഈ വാങ്ങുന്ന കാശില്ലേ മിക്കവാറും ഒരു 25,000 50,000 ഒക്കെ ഉണ്ടാവും എമൗണ്ട്. വലിയ എമൗണ്ട് ഉണ്ടാവും. 1 ലക്ഷം രൂപ വരെ എമൗണ്ട് ആയവർ കുറേ അധികം ആളുകളുണ്ട്. ഈ പൈസ അയാൾ ക്രെഡിറ്റ് കാർഡിലാണ് പേ ചെയ്യുക. ഇയാൾ ക്രെഡിറ്റ് കാർഡിൽ 45 ദിവസത്തെ അവധി ഇയാൾക്ക് ഈ പൈസ. ഈ 45 ദിവസം കഴിഞ്ഞാൽ കൃത്യമായി അയാൾ ആ ക്രെഡിറ്റ് കാർഡിന് പേയ്മെൻറ്റ് അടയ്ക്കും. ഈ 45 ദിവസം കൊണ്ട് അയാൾ കൊയറിൻ്റെ വ്യാപാരമാണ്. അയാൾ ഈ കയർ വ്യാപാരം നടത്തിയിട്ട്, ട്രേഡ് നടത്തിയിട്ട് ഇയാൾ ഈ പൈസ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. അങ്ങനെ എല്ലാ ആഴ്ചയിലും 4 ആഴ്ചയിൽ 1 ലക്ഷം രൂപ വെച്ചാണെങ്കിൽ 4 ലക്ഷം രൂപ അയാൾക്ക് റൊട്ടേറ്റ് ചെയ്യാം. ഈ ഒരു റണ്ണിങ് ബിസിനസ്സിലൂടെ അയാൾ വലിയ ഒരു അയാളുടേതായ ഒരു സാമ്രാജ്യം അയാൾ ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് അല്ലേ, എത്ര കൃത്യമായിട്ട് അയാൾ വേണമെങ്കിൽ ആ പൈസ വാങ്ങിച്ചിട്ട് അടയ്ക്കാതിരുന്നാൽ അയാളും കുഴപ്പത്തിലാവും. മറ്റവരും പിന്നീട് അറിയും ഈ പൈസ മുഴുവൻ അയാൾ മറിച്ചിട്ട് ഇയാളൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല എന്ന് ചിലപ്പോൾ തിരിച്ചറിഞ്ഞ് ദോഷവും ഉണ്ടാവും. അപ്പം നമുക്ക് ഇങ്ങനെയും ചെയ്യാം. പക്ഷേ ഈ പിള്ളേരൊക്കെ ഞാൻ കൊടുക്കാം എന്ന് പറയുന്നതല്ല, കൊടുക്കുക തന്നെ ചെയ്യും. ഇല്ലെങ്കിൽ കൊടുക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ തുറന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഷെയർ ചെയ്യാം, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. പരസ്പരം ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടുള്ള ഒരു ഒരു പരിപാടി. ഒരു യാത്ര പോകുമ്പോൾ തന്നെ ഇപ്പോഴത്തെ കുട്ടികളെല്ലാവരും ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ആ ഗ്രൂപ്പിലേക്ക് അപ്പപ്പോൾ ചിലവ് അതിലേക്ക് ഇട്ട് ലാസ്റ്റ് എല്ലാവരും കൂടി സ്പ്ലിറ്റ് ചെയ്യും. എല്ലാവരും കൂടി കണക്ക് പറഞ്ഞ് ഇതാണ് ഇത്രയായി കൃത്യമായി. അത് എക്സലൻ്റ് ആണ്. ഞാൻ പറഞ്ഞത് അതിനോടൊപ്പം തന്നെ ഈ ഇപ്പോൾ യാത്രകളൊക്കെ പോകുമ്പോഴും നമ്മൾ ഈ കാര്യങ്ങളൊക്കെ മുഷിഞ്ഞ വസ്ത്രങ്ങൾ, പരമാവധി മുഷിഞ്ഞ വസ്ത്രങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. അതുപോലെ തന്നെ സ്പ്രേ പോലുള്ള കാര്യങ്ങളൊക്കെ അത് നമ്മൾ ഓരോരുത്തരുടെയും ശരീരത്തിൻ്റെ പിന്നെ വേർപ്പിൻ്റെ ദുർഗന്ധം എന്ന് പറയുന്നത് പല രൂപത്തിലാണ്. ഓരോരുത്തർ അത് അവരുടെ ശാരീരിക പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ടായിരിക്കുന്നത്. അതെല്ലാവർക്കും ഇഷ്ടമാവണമെന്നില്ല. നമുക്ക് നമ്മളെ ശരീരത്തിൻ്റെ ഗന്ധം ഭയങ്കര ഇഷ്ടമായിരിക്കും. പക്ഷെ മറ്റൊരാൾക്ക് ഭാര്യയ്ക്ക് പോലും ചിലപ്പോൾ ഇഷ്ടമാവണമെന്നില്ല. ചിലപ്പോൾ ഇതൊന്നും ആരും പറയില്ല, ഇത് മിണ്ടാതിരിക്കും. ചില ആൾക്കാർ മൂടി വെക്കും. സഹിച്ച് വെച്ചാൽ അവസാനം ഒരു ദിവസം പൊട്ടിത്തെറിക്കും. പറയില്ല അവർ. ഇപ്പോൾ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഈ ഗന്ധം പെട്ടെന്ന് കിട്ടുന്ന ആൾക്കാരാണ്. പുരുഷനേക്കാൾ കൂടുതൽ ഗന്ധം പിടിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ അവർ പറയില്ല, ചിലപ്പം സഹിച്ചിരിക്കും. പക്ഷെ ഇത് എന്തെങ്കിലും ഒരു ദിവസം ഇതിനായിരിക്കില്ല പ്രതികരിക്കുന്നത്, വേറെ എന്തെങ്കിലും ആയിരിക്കും കാര്യം. ഇവരെല്ലാം കൂടെ മൊത്തം എടുത്തങ്ങ് ചാർത്തി കൊടുക്കും. പക്ഷെ എന്നാൽ പോലും പലപ്പോഴും നമ്മൾ ബാഡ് ബ്രീത്ത് ഉണ്ടെങ്കിൽ നമ്മൾ ഡെന്റിസ്റ്റിനെ കാണണം. ഞാനൊക്കെ ഒരു സമയത്തൊക്കെ ബാഡ് ബ്രീത്തിന് വലിയ ബുദ്ധിമുട്ടിയ ആളാണ്, പല്ലിനൊക്കെ കേട് വരുമ്പോൾ ഒക്കെ. അപ്പോൾ പലപ്പോഴും നമുക്കിതറിയാൻ പറ്റില്ല. പരമാവധി അത് ശ്രദ്ധിച്ചുകൊണ്ട് നമ്മളിത് ചെയ്യുന്നത് ആൾക്കാർക്ക് കാറിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ, മുറിയിലിരിക്കുമ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ചിലപ്പം നമ്മൾ കുറേ നേരം സംസാരിക്കാതിരുന്നാൽ ബാക്ടീരിയാസ് വായിലുണ്ടായിട്ട് ബാർബറിത്ത് ഉണ്ടാവും, സ്വാഭാവികമായിട്ടുണ്ടാവും. അപ്പോൾ അതിനുള്ള പല മറന്നുണ്ട്. വായിലെപ്പോഴും വെള്ളം കുടിച്ചുകൊണ്ടൊക്കെ നമുക്ക് നിൽക്കാം. അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചൂയിങ്കം പോലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കാം. അങ്ങനെയൊക്കെ പലതും ചെയ്യാം. അപ്പോൾ ഇതൊക്കെ എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഹാബിറ്റിന് വേണ്ടിയല്ല. ഇത് നമുക്ക് മുമ്പിരിക്കുന്ന അവൻ്റെ അവനൊരു കംഫർട്ട് സോണിലേക്ക് അവരെ ആക്കാനും ഞാൻ നിങ്ങളെ പരിഗണിക്കുന്നു, നിങ്ങൾ എനിക്ക് പ്രധാനപ്പെട്ട ആൾ തന്നെയാണ്. എൻ്റെ ഫ്രണ്ടിൻ്റെ ഓഫീസിന് മുന്നിൽ എഴുതി വെച്ച പോലെ അനുവാദമില്ലാതെ അകത്ത് കിടക്കരുത് എന്നല്ല, അനുവാദത്തോട് കൂടി അകത്ത് വരും, വളരെ ഭവ്യതയോടെ. കാര്യം ഒന്ന് തന്നെയാണ്. അപ്പം ഞാൻ നിങ്ങളെ പരിഗണിക്കുന്നു, നിങ്ങൾ എനിക്ക് വളരെ പ്രധാനമാണ്. ഇതൊരു സർവീസ് ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്ത ഒരാളെ പോലെ നമ്മൾ മറ്റുള്ളവരെ പരിഗണിച്ചുകൊണ്ട്, സർവീസ് എന്ന നിലയ്ക്ക് പരിഗണിച്ചുകൊണ്ട്, പ്ലീസ് ഇരിക്കൂ, സന്തോഷം, അങ്ങനെ ആയിരിക്കണം. ഒരാൾ വരുമ്പോൾ മറ്റൊരാൾക്കൊന്ന് കസേര ഒഴിഞ്ഞു കൊടുത്തു. അപ്പോൾ കാലിന് മുകളിൽ ഒന്നുകൂടി കാല് കയറ്റി വെച്ച് അവൻ വരുമ്പോഴത്തേക്ക് ഞാനൊരാളാന്ന് അറിഞ്ഞോട്ടെന്ന് വിചാരിച്ചിട്ട് ഒരു ചെറിയൊരു ഗൗരവം ഒന്ന് കാണിച്ച് അങ്ങനെ ഒന്നിരുന്നു. എന്തിന്? ആരെ കാണിക്കാൻ? ഒരു കാര്യമില്ല. ഇതൊക്കെ നമ്മളുടെ ക്വാളിറ്റിയെ ബാധിക്കും. ഇതൊക്കെ നമ്മൾ വലിയ ആവാറെന്ന് വിചാരിച്ച് ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മുടെ ക്വാളിറ്റിയെ ബാധിക്കും. നമുക്ക് യാത്രകൾ കൂടിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. നമ്മുടെ കുട്ടികളെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ബേസിക് പാഠങ്ങൾ ഇപ്പം നമുക്കെല്ലാം ChatGPTയും മറ്റെല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ചാൽ എന്താണ് യാത്രക്കിടയിൽ പാലിക്കേണ്ട എറ്റിക്കറ്റ്സ് എന്ന് മനസ്സിലാക്കിയിട്ട് ഈ എറ്റിക്കറ്റ്സ് ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതൊക്കെ പ്രായോഗികമാക്കണം കേട്ടോ. ഫയലിൽ അടക്കി വെക്കാൻ അല്ലെങ്കിൽ ഒരു മെസ്സേജായിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല, പ്രാക്ടിക്കലി ഇതെല്ലാം പഠിച്ചെടുത്തിട്ട് പ്രായോഗികമായിട്ടിത് നോക്കണം. ബാക്കി കാര്യങ്ങൾ 2 നേരം കുളിക്കാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ വെള്ളം ഇഷ്ടംപോലെ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. മറ്റ് വെള്ളമില്ലാത്ത സ്റ്റേറ്റിലെ ആളുകളെ പോലെ കുളിക്കാൻ നടക്കേണ്ട കാര്യങ്ങൾ തമിഴ്നാട്ടുകാർ ഇപ്പം നമ്മളെക്കാൾ കൂടുതൽ കുളിക്കുന്നത് എനിക്ക് തോന്നുന്നത്. അവർ കുറച്ചുകൂടെ സൗന്ദര്യ സങ്കല്പത്തിന് മുന്നോട്ട് പോയിട്ടുണ്ട്. നമ്മൾ മോശം തന്നെ ഞാൻ പറഞ്ഞത്. നമ്മൾ നല്ല വൃത്തിയുള്ള ആളുകളാണ്. നമ്മളെല്ലാം നല്ല കുപ്പായി വിട്ട് നടക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. കുറിയൊക്കെ തൊട്ട് അല്ലെങ്കിൽ മറ്റു രീതിയിൽ ചെയ്ത് വിശ്വാസം അനുസരിച്ച് പോകാൻ ആഗ്രഹിക്കുന്ന ആളാണ്. നല്ല രസമുണ്ട്. പക്ഷെ അകത്തും കൂടെ ഈ ഒരു വൃത്തിയും ഈ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വരുമ്പോൾ തന്നെ ആളൊന്ന് അടുത്തിരിക്കും. നമ്മളൊന്ന് അടുത്തൂടെ ഇങ്ങനെ പോകുമ്പോൾ ഒരു സുഗന്ധമില്ലേ,
അത് മൊത്തം ആസ്വദിക്കാൻ പറ്റണം. പുരുഷന് സ്ത്രീ പോകുമ്പോഴും കൂടെയല്ല അത്. അല്ലെങ്കിൽ ഈസ്ട്രജൻ്റെ സ്മെല്ല് ഇങ്ങനെ ഒരു സ്ത്രീ പോകുമ്പോൾ നല്ല രസകരമായിട്ട് ഇങ്ങനെ ഞാൻ ഇങ്ങനെ കണ്ണടച്ചിട്ട് ഇങ്ങനെ ആസ്വദിക്കാറ്. സ്ത്രീകൾ ഇങ്ങനെ നടന്നു പോകുമ്പോഴേ അത് നമ്മൾ പുരുഷൻ അത് ഇഷ്ടപ്പെടുന്നൊരു ഗന്ധമാണല്ലോ. ഞാൻ ഇങ്ങനെ കണ്ണടച്ചിട്ട് ഇങ്ങനെ ആസ്വദിക്കും. ഇങ്ങനെ കടന്നു പോകുമ്പോൾ വെറുതെ ഇങ്ങനെ നോക്കും. അപ്പം ഇതിങ്ങനെ നോക്കുന്നതിന് പകരം നമ്മളിങ്ങനെ അയ്യോ ഊറ് തിരിഞ്ഞ് നിന്നാൽ ഇങ്ങനെ ഉണ്ടാവും. അവിടെ പെണ്ണാവട്ടെ. അതിന് പകരം നമ്മളെ ഹൃദയത്തിൻ്റെ സുഗന്ധം അതവിടെ എത്തണം. ഹൃദയത്തിൻ്റെ സുഗന്ധം, നമ്മുടെ ആറ്റിറ്റ്യൂഡിൻ്റെ സുഗന്ധം, നമ്മുടെ ലോകത്തോടുള്ള നമ്മുടെ സമീപനത്തിൻ്റെ സുഗന്ധമാണ്. ആ സുഗന്ധത്തിന് ഒരു പ്രത്യേക ഇങ്ങനത്തെ ആളുകളെ എപ്പോഴും ആൾക്കാർക്ക് ഒരു ചുറ്റും ഇങ്ങനെ ആളിങ്ങനെ കൂടും. ആൾക്ക് കൂടെ നമ്മുടെ കൂടെ ആളുണ്ടാവണം എന്ന് ആഗ്രഹിക്കും. ആൾ വരുമ്പോൾ നമ്മൾ ഒരു തിരയിളക്കം ഉണ്ടാവും, തിരമാലയുണ്ടാവും ജീവിതത്തിൻ്റെ. ആ എന്തൊക്കെയുണ്ട്, വാ ഇരിക്ക് എന്ന് പറയും. ഒരിടം കിട്ടും. ആ ഇടം നമ്മൾ ചില മര്യാദകളും ചില കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെച്ചാൽ ഒരു ശകലം, ഒരു ലൈറ്റ് മിന്നൽ, ചെറിയൊരു കാര്യം അത്രയേ ഉള്ളൂ.